ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു, കമൻറ്റിലായാലും അതേപോലെ തന്നെ മെസ്സേജിലായാലും നൈറ്റി ബിസിനസ്സിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇനി നൈറ്റി ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും എന്തൊരു ബിസിനസ് ആണെങ്കിലും വീട്ടമ്മമാരായിട്ടുള്ളവർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറേ സ്റ്റാർട്ടിങ് ട്രബിൾ ആയിട്ടുള്ളവർക്കും കോൺഫിഡൻസ് ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് ആണെങ്കിലും ഇനി മുമ്പോട്ടും ഈ ഒരു നൈറ്റി ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരിക്കലും നിങ്ങൾക്കൊരു സെയിൽ കുറയുന്ന ഒരു സംഭവമല്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിലായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫീൽഡാണ്. അതിൽ എനിക്ക് 100% ഉറപ്പാണ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും ആ ബിസിനസ് വഴി ഞാൻ രക്ഷപ്പെട്ടു പോയതും ആ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്ത് ഒരുപാട് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോസ് ഒക്കെ ഇട്ടു. അപ്പോൾ ഈ നൈറ്റി ബിസിനസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു ഭാഗം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ നൈറ്റി ബിസിനസ്സിനെ കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ബിസിനസ്സിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്, എല്ലാ വീടുകളും ലേഡീസ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു 2 ലേഡീസ് ഉള്ളെങ്കിൽ 2 ലേഡീസും ഏകദേശം നൈറ്റീസ് യൂസ് ചെയ്യുന്നവർ തന്നെയായിരിക്കും. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് ഇതിൽ. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല, ഒരു വർഷത്തിലൊന്നും ഡ്രസ്സ് എടുക്കുന്ന ഒരു സാഹചര്യമല്ല ഇന്നത്തെ കാലത്തുള്ളത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല മെറ്റീരിയൽസ്, നല്ല നല്ല നൈറ്റീസ് കാണുമ്പോഴത്തേക്കും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ വീട്ടമ്മമാരൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയണ്ടേ, നൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സെയിലാവുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമുക്ക് കോൺഫിഡൻസ് ആണ്. നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനിത് സ്റ്റാർട്ട് ചെയ്യും. പല ആൾക്കാരോട് അഭിപ്രായം ചോദിച്ച് നൈറ്റി തയ്ക്കലോ തയ്യലോ നീ ഇത്രയും പഠിച്ചതല്ലേ, അങ്ങനത്തെയുള്ള ഡയലോഗുകൾക്കൊന്നും വില കൊടുക്കാതെ നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോട് സംസാരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാരെടുത്ത് വലിയ അഭിപ്രായമൊക്കെ, ഇനി ഇതിനെക്കുറിച്ചല്ല ഏതൊരു കാര്യമായാലും നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായത്തിനോട് ചോദിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഫസ്റ്റ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഇത് തുടങ്ങുക. അപ്പോൾ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചാൽ നൈറ്റി തയ്ക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നൈറ്റി തയ്ക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇഷ്ടം പോലെ മാർഗങ്ങളാണ്. നമ്മൾക്ക് ഒന്നെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാൻ പറ്റില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് നോക്കുക, പഠിച്ച് ഒരു 2-3 ടൈപ്പ് നൈറ്റീസ് എങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളത് ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ഫ്ലോപ്പായി പോയി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് നിർത്തരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നൈറ്റി മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഏതെങ്കിലും ഒരു നൈറ്റി തയ്ച്ച് ശരിയായില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതെല്ലാം കസ്റ്റമറിന് സെയിലായപ്പോൾ ആ ഒരു മെറ്റീരിയൽ നമുക്ക് നഷ്ടം വന്നു എന്ന് വിചാരിക്കരുത്. ഇതിനകത്ത് നമ്മളൊരു നഷ്ടം മാത്രമല്ല, ലാഭം മാത്രമല്ല, നഷ്ടങ്ങളും കൂടെ നിങ്ങൾ ആദ്യമൊക്കെ ഒന്ന്, അതായത് നമുക്ക് വേണ്ടിയിട്ടൊക്കെ തയ്ച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് തയ്ച്ചാലും നമ്മൾക്കത് ഇടാവുന്നതേ ഉള്ളൂ. ഇനി അത് ഇടാൻ പറ്റാതെ പോയെന്ന് വെച്ച് പോലും നിങ്ങളത് പിന്നെ ഇത് അങ്ങ് വേണ്ടാന്ന് വെച്ച് പോകേണ്ട കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, ഇതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ആരും വാങ്ങിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആദ്യം തുടങ്ങുന്ന പാടെ എല്ലാവരും തുടങ്ങുന്ന പാടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി അങ്ങനെ സക്സസ്സിലേക്ക് എത്തിയിട്ടുള്ളവരല്ല. അപ്പം നമ്മളുടെ ഇവിടെ നിന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെല്ലാം എന്തോരം മെറ്റീരിയൽസ് ആണെന്നറിയോ പർച്ചേസ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ സ്റ്റാർട്ടിങ്ങിൽ അവർ അങ്ങനെ ആയിരുന്നില്ല. വളരെ കുറച്ച് മെറ്റീരിയൽസ് എടുത്ത് അവർ തുടങ്ങി കസ്റ്റമേഴ്സ് ആയി വന്ന്
പിന്നെ മെറ്റീരിയലിൻ്റെ എണ്ണം കൂട്ടി വന്നവരാണ്. അപ്പോൾ അവർ പടിയായിട്ടാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ 10, 30, 40 തുണിയൊന്നും എടുക്കണം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ 10 പീസ് മെറ്റീരിയൽസ് എടുത്തതിന് ശേഷം നിങ്ങളത് പല രീതിയിലുള്ള നൈറ്റീസ് തയ്ച്ച് നോക്കുക. പ്ലീറ്റഡ് നൈറ്റി മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് പ്ലീറ്റഡ് നൈറ്റി, അതുപോലെ തന്നെ ചുരിദാർ കട്ട് നൈറ്റി, നൈറ്റിയിൽ സിബ് വെക്കാൻ, അതുപോലെ തന്നെ പ്ലീറ്റഡ് നൈറ്റിയുടെ ഫ്രണ്ടിൽ സിബ് വെച്ചിട്ടുള്ള നൈറ്റി, കൊളുത്ത് വെച്ചിട്ടുള്ള നൈറ്റി. പിന്നെ ഇത്രയും നൈറ്റീസ് നിങ്ങൾ മെയിനായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ട ആവശ്യം വരുന്നത്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട് ഓഫ് നൈറ്റിയാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട് ഓഫ് നൈറ്റി എവിടെ കിട്ടും എന്ന് വെച്ചാൽ ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് നേരത്തെ. സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ചാർട്ട് ഓഫ് നൈറ്റി എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ആ വീഡിയോയിൽ നോക്കിയിട്ട് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ഈ സൈസുകളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കി പഠിക്കാം. ഇല്ലെങ്കിൽ അത് നോക്കി നിങ്ങൾ ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് കസ്റ്റമറിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം തുടക്കക്കാരായിട്ടുള്ളവർക്ക് ബിസിനസ് കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുറേശ്ശേ ഇത് മുമ്പോട്ട് നല്ല റെഡിയായിട്ട് വരുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ ആദ്യം തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇനി ഇത് പഠിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമ്മളിത് ആർക്ക് തയ്ച്ചിട്ട് കൊടുക്കും എന്നുള്ളതാണ്. ആർക്ക് തയ്ച്ചിട്ട് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ആദ്യം നിങ്ങൾ അവരോട് പറയുക. എന്നിട്ട് നമ്മൾ തയ്ച്ച് ഇടുക അത്. അപ്പോൾ എല്ലാവരും കാണുമ്പോഴത്തേക്കും നമ്മളടുത്ത് ചോദിക്കും ഇത് എങ്ങനെയാണ്, ഏതാണ്, എവിടെ നിന്നാണ് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തയ്ച്ചാണ് പറയുക. അപ്പം ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ നമ്മുടെ കസ്റ്റമറിനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത് ഒരു വഴി. പിന്നെ അല്ലാതെ നമ്മൾ കുടുംബശ്രീ അതുപോലെയുള്ള ഇവരുടെ അടുത്തൊക്കെ പറയാം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് നൈറ്റിയൊക്കെ തയ്ച്ച് വെക്കണം. കുറച്ചൊരു മോഡൽ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നൈറ്റീസ് തയ്ച്ച് വെക്കുക. എന്നിട്ട് ആ നൈറ്റീസ് നമ്മൾ നോക്കാൻ വേണ്ടി വരുന്നവർക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കുറേ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്കും ബാക്കി ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഈ ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നിങ്ങൾ വെയർ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നന്നായിട്ട് ഫോട്ടോ എടുക്കുക. നന്നായിട്ട് ഫോട്ടോ എടുത്ത് അത് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത്, അതായത് എഡിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഒരുപാട് കളറൊന്നും കൂട്ടിയല്ല, നല്ല ഭംഗിയിൽ, അതായത് തുണിയുടെ കളറൊന്നും മാറി വേറെ കളറൊന്നും ആയി പോകുന്ന പോലെ ഒന്നുമല്ല, നല്ലൊരു ഭംഗിയിൽ കുറച്ചൊരു വൃത്തി കിട്ടുന്നത് പോലെ ആ ഒരു ഫോട്ടോ നന്നായിട്ട് ആദ്യം തന്നെ നല്ല വൃത്തിക്ക് ആ ഫോട്ടോ എടുക്കുക. എന്നിട്ട് ആ ഫോട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് എഡിറ്റൊക്കെ ചെയ്തൊന്ന് കുട്ടപ്പനാക്കി ഇതിനെ നല്ലൊരു ക്യാപ്ഷനൊക്കെ കൊടുത്ത് നമ്മൾ എന്താ പറയണ്ടേ, ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിട്ട് അല്ലാതെയോ സ്റ്റാറ്റസ് ആയിട്ടോ ഒക്കെ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും. ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ചെയ്യാവുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊറിയറായിട്ടൊക്കെ അയച്ചും കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒന്ന് ആദ്യം തുടങ്ങി കിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഉണ്ടാക്കുക. അതായത് നമുക്കിപ്പം ഫേസ്ബുക്കിനകത്ത് റീൽസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമുക്കിങ്ങനെ റീൽസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓരോ ചെയ്ത നൈറ്റീസൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ചെയ്ത നൈറ്റീസ് ഒന്നെങ്കിൽ നമ്മൾ ഇട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഇങ്ങനെ മടക്കി ഫോൾഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡമ്മി ഉണ്ടെങ്കിൽ ഡമ്മിയിൽ ഇട്ടിട്ടോ ഒക്കെ നമ്മൾ നന്നായിട്ട് അത് ഒന്ന് നല്ല വൃത്തിക്ക് ഒന്ന് ചെറിയ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് എടുക്കുക. എഡിറ്റ് ചെയ്തൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടാം. പിന്നെ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇടാം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറേശ്ശെ ഓർഡേഴ്സ് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് അതിനകത്ത് വഴിയും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പം ഭയങ്കരമായിട്ടുള്ള വ്യൂസോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ സീറോയിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ സീറോയിൽ നിന്ന് തുടങ്ങിയാണ് നമ്മളൊരു സ്റ്റെപ്പായിട്ട് കയറി വരേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങനെ തുടങ്ങി ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും, നല്ലൊരു ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ആദ്യം നിങ്ങൾക്ക് സെയിൽ കിട്ടിയില്ലെങ്കിലും പിന്നെ നിങ്ങൾക്കത് സെയിൽ ഉറപ്പായിട്ടും കിട്ടും.